ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VS നോട്ട്സ്. ഇന്നത്തെ ക്ലാസ്സിൽ ടൈപ്പ് ഓഫ് പ്ലാൻ എന്ന ടോപ്പിക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഫീച്ചേഴ്സ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എന്നീ ടോപ്പിക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞു. അതിൻ്റെ നോട്ട്സൊക്കെ എഴുതി എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പോയിൻറ്റുകളൊക്കെ എഴുതി വെക്കുക, നമുക്ക് എളുപ്പത്തിൽ റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ടൈപ്സ് ഓഫ് പ്ലാൻ ആണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക്. പ്ലാൻ can be classified into several types depending on the use and the length of the planning period. ഓരോ പ്ലാനിങ്ങിൻ്റെയും കാലാവധിക്കനുസരിച്ച് അല്ലെങ്കിൽ അവയുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് പ്ലാനിനെ രണ്ടായിട്ട് തിരിക്കാം. സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിംഗ് പ്ലാൻ. ഇതിനകത്ത് സിംഗിൾ യൂസ് പ്ലാൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് അഡ്ഹോക്ക് പ്ലാൻ എന്ന് പറയുന്നത്. A single use plan is developed for a one-time event or project or particular situation that is non-repetitive in nature. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാം. ഒറ്റ തവണത്തേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളുടെ ഒരു പദ്ധതിയാണ്, ഒരു ആസൂത്രണമാണത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ടുള്ളത് പ്രോഗ്രാം, ബഡ്ജറ്റ്, പ്രോജക്റ്റ്, സ്ട്രാറ്റജി ഇവയൊക്കെയാണ്. മിക്കവാറും ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഈ അഡ്ഹോക്ക് പ്ലാൻ എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ ഇറ്റ് ഈസ് സിംഗിൾ യൂസ് പ്ലാൻ ഈസ് ഓൾസോ കോൾഡ് ഡാഷ്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അതല്ലെങ്കിൽ ഈ പ്രോഗ്രാമും ബഡ്ജറ്റും തന്നിട്ട് ഇതിൻ്റെ ഏത് ടൈപ്പിലാണ് കുറേ മിക്സ് ചെയ്ത് തരും. എന്നിട്ട് ഇതിൽ നിന്ന് ഏതാണ് സിംഗിൾ യൂസ്, ഏതാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഉദാഹരണങ്ങൾ തരുന്നത് നോക്കിപ്പോവുക. നമുക്ക് ഇതിൻ്റെ ഓരോന്നും, പ്രോഗ്രാം എന്താണ്, ബഡ്ജറ്റ് എന്താണ്, അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്താണെന്ന് നോക്കാം. സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആർ യൂസ്ഡ് റിപ്പീറ്റഡ്ലി ഇൻ സിറ്റുവേഷൻസ് ഓഫ് സിമിലർ നേച്ചർ. ഒരേ സ്വഭാവമുള്ള സാഹചര്യങ്ങളിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാനാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. They are made to achieve uniformity and unity of efforts. ഇവ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഒരു യൂണിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുന്നതിന് ഒരു യൂണിഫോമിറ്റി, ഒരു സ്റ്റാൻഡേർഡ് വേ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡിംഗ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദാറ്റ് സെർവ്സ് ആസ് എ റെഡി ഗൈഡ്സ് ടു ആക്ഷൻ. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ അവിടെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കും. അത്തരം പ്ലാനുകളെയാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് റിപ്പീറ്റഡ് യൂസ് ആണ്. സിംഗിൾ യൂസ് എന്ന് പറഞ്ഞാൽ നോൺ റെപ്പിറ്റേറ്റീവ് ആണ്. അപ്പോൾ ഒരു വ്യത്യാസം പിടികിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് ഉദാഹരണങ്ങളായിട്ട് എക്സാമ്പിൾസ്, ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ് ഇവയൊക്കെ സ്റ്റാൻഡിംഗ് പ്ലാനുകളാണ്. അതായത് കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഓരോന്നായിട്ട് നോക്കാം. ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, objectives are defined as ends with which the management seeks to achieve by its operation. ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രവൃത്തിയിൽ കൂടി അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു എൻഡ് റിസൾട്ടിനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് എന്ത് ലക്ഷ്യമാണോ കൈവരിക്കുന്നതാണല്ലോ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഈ പ്ലാൻ എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻക്രീസിങ് ദ സെയിൽ ഓഫ് എ പ്രോഡക്റ്റ് ബൈ 5%. നമ്മുടെ ഒരു ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന 5% വർദ്ധിപ്പിക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു ലക്ഷ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഒരു പ്ലാനിന് ഉദാഹരണമാണ്. ഇത് ഏത് പ്ലാനിനകത്ത് വരും? ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഏത് പ്ലാനിനകത്ത് വരും? സ്റ്റാൻഡിംഗ് പ്ലാനാണ്. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ഓരോന്നും പഠിച്ചിട്ട് ആദ്യം ഒരു ചാർട്ട് വരച്ചാൽ കൊള്ളാം. സ്റ്റാൻഡിംഗ് പ്ലാനും സിംഗിൾ പ്ലാൻ എന്നും പറഞ്ഞിട്ട് ഒരു ചാർട്ട് വരയ്ക്കുക. സിംഗിൾ യൂസ് പ്ലാന്, സ്റ്റാൻഡിംഗ് പ്ലാൻ, എന്നിട്ട് സിംഗിൾ യൂസിന് വരുന്ന ഏതൊക്കെയാണെന്ന് താഴെ എഴുതുക, സ്റ്റാൻഡിംഗ് പ്ലാനിൽ എഴുതുക. ഞാനിപ്പോൾ അതിൻ്റെ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അത് നിങ്ങൾക്ക് സഹായമായിരിക്കും. സ്വയം നോട്ട് എഴുതുമ്പോൾ അതും കൂടി ഒരെണ്ണം വെച്ചോളൂ. അടുത്തത് സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും തന്ത്രം, അല്ലേ? സ്ട്രാറ്റജി മീൻസ് എ സ്പെസിഫിക് പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഫോർ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസ് ഗോൾസ്. സ്ട്രാറ്റജീസ് ആർ സിംഗിൾ യൂസ് പ്ലാൻ ബിക്കോസ് ദേ ചേഞ്ച് ഫ്രീക്വൻ്റ്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ മാർക്കറ്റ് കണ്ടീഷൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനാണ്
സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്പെസിഫിക് പ്രോഗ്രാമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ എന്താണ് ഒരു ലാഭം വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിലുള്ള മാർക്കറ്റ് നമുക്ക് പിടിച്ചെടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശമെങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മളൊരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതൊരു സിംഗിൾ യൂസ് പ്ലാൻ ആണ്. ക്ലിയർ? പക്ഷേ ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ സിറ്റുവേഷൻ മാറി. വേറൊരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല മറ്റൊരു സ്ഥലത്തിൻ്റെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സിംഗിൾ യൂസ് പ്ലാൻ ആണ്. അതൊരു സ്പെസിഫിക് പ്രോഗ്രാമാണ്. ഓക്കെ, അടുത്തത് നമുക്ക് പോളിസിയാണ്. പോളിസി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം എന്താണ്, നയമാണ് അല്ലേ. ഓരോ സ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ള ചില പ്രത്യേക ഒരു കരുതലൊക്കെ കാണും, അല്ലെങ്കിൽ അവർ ഓരോ കാര്യം ചെയ്യുന്നു ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ളതൊക്കെയുണ്ട്. അതന്നെയാണ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പോളിസീസ് ആർ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർമുലേറ്റഡ് ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഇൻ ഡെസിഷൻ മേക്കിംഗ് ടു വേരിയസ് മാനേജേഴ്സ്. എ പോളിസി ടെൽസ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു ഹൗ ടു ഡീൽ വിത്ത് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അതായത് ഒരു പൊതുവായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മാനേജേഴ്സിന് അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പൊതുവായിട്ട് ഒരു ഗൈഡ് ലൈൻ നിർദ്ദേശിക്കുന്നതാണ് പോളിസി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് നോക്കൂ. നമുക്കിപ്പോൾ ഒരു ആ സ്ഥാപനത്തിൽ ജോലിക്കാരെ നിയമിക്കുമ്പോൾ ഉള്ളി ലോക്കൽ പീപ്പിളിനെ മാത്രം നിയമിച്ചാൽ മതി എന്നുള്ളത് ആ സ്ഥാപനത്തിൻ്റെ ഒരു പോളിസിയാണ്. അല്ലെങ്കിൽ പ്രൊമോഷൻ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മതി, അതായത് അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാത്രം പ്രൊമോഷൻ കൊടുത്താൽ മതി എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അല്ലെങ്കിൽ എന്താണ്, ഇവരുടെ ജോലിക്കാരെ നിയമിക്കുമ്പോൾ ഒരു 30% വനിതാ ജീവനക്കാരെ നിയമിക്കണം എന്ന് പറഞ്ഞാൽ അത് പോളിസിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ആ എക്സാമ്പിൾ സഹിതം നിങ്ങൾ പഠിച്ചോളൂ. കാരണം ഇതിൻ്റെ സെൻറ്റൻസ് വരും. ഇപ്പോൾ ഇൻക്രീസിങ് സെയിൽ ഓഫ് പ്രോഡക്റ്റ് ബൈ 5%, അത് ഏത് പ്ലാൻ ആണെന്ന് ചോദിക്കും. ഏതാണത്? ഒബ്ജക്റ്റീവ്സ് ആണ്. ക്ലിയർ? ഇനി പ്രൊമോഷൻ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം, ഇത് ഏതിൽ വരും? അതൊരു സ്ഥാപനത്തിൻ്റെ പോളിസിയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം അവർ ചെയ്യുന്നു, അത് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അങ്ങനെ വേർതിരിച്ച് പഠിക്കാനായിട്ട് നമുക്ക് സാധ്യമാവണം ഈ നോട്ട് പഠിച്ചു കഴിയുമ്പോൾ. ഓക്കെ, അടുത്തത് പ്രൊസീജിയറാണ്. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നടപടിക്രമങ്ങൾ. പ്രൊസീജിയേഴ്സ് ഈസ് ഗൈഡ് ടു ആക്ഷൻ. ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിനുള്ള ഒരു ഗൈഡാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദേ ടെൽ ഹൗ എ പർട്ടിക്കുലർ ആക്ഷൻ ഈസ് ടു ബി ക്യാരിഡ് ഔട്ട്. എങ്ങനെയാണ് ഒരു പ്രത്യേക ആക്ഷൻ നടപ്പിൽ വരുത്തേണ്ടത്, ക്യാരി ഔട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്നതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കണ്ടോ, പർച്ചേസ് പ്രൊസീജിയർ, പ്രൊസീജിയർ ഫോർ റിക്രൂട്ട്മെന്റ്. അതായത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് ജീവനക്കാരെ നിയമിക്കണമെങ്കിൽ ഏതൊക്കെ രീതികളിൽ കൂടിയാണ് എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു എന്താണ്, സ്പെഷ്യൽ പ്രോഗ്രാമാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പർച്ചേസ് പ്രൊസീജിയർ, പർച്ചേസ് നടത്തിയാൽ ഈ രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യണം എന്നവിടെ ഒരു നടപടിക്രമം മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്. ഓക്കെ, അടുത്തത് മെത്തേഡാണ്. മെത്തേഡ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഫോർ ഡേ ആക്ഷൻ. It explains how each step in the procedure is to be carried out. It deals with a best way to carry out a particular task. ഒരു പ്രത്യേക ജോലി ഏത് രീതിയിൽ നന്നായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈനാണ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ്. ഉദാഹരണത്തിന് മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ്, നമ്മുടെ സ്ഥാപനത്തിൽ ഏതെല്ലാം രീതിയിൽ വേജസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്ലാനാണ്. ആ രീതിയിൽ മാത്രം, അതായത് ഇപ്പോൾ പ്രോഡക്റ്റിന് ഉണ്ടാക്കുന്നതിനനുസരിച്ചാണെങ്കിൽ പീസ് റേറ്റ് സിസ്റ്റം. ഇനി രാവിലെ 8 മണി തൊട്ട് 5 മണി വരെ അവിടെ ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ടൈം റേറ്റ് സിസ്റ്റം. അത് അവിടെ ഒരു ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതും ഒരു ടൈപ്പ് ഓഫ് പ്ലാനിനകത്ത് വരുന്നു. അടുത്തത് റൂൾസ്. അത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. റൂൾസ് ആർ പ്രിസ്ക്രൈബ്ഡ് ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ടിങ് ആൻ ആക്ഷൻ. ദേ സ്പെസിഫൈ വാട്ട് ഷുഡ് ബി ഡൺ ഓർ നോട്ട് ടു ബി ഡൺ എ ഗിവൺ സിറ്റുവേഷൻ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് വളരെ കറക്റ്റായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന അതിനെയാണ് റൂൾ അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പമുള്ളത് നോ സ്മോക്കിംഗ്. നമ്മൾ കണ്ടിട്ടുണ്ട് ചില സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നോ സ്മോക്കിംഗ്, അല്ലെങ്കിൽ നോ അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ, അതായത് അനുവാദമില്ലാതെ അകത്തേക്ക് പ്രവേശിക്കരുത്
എന്നൊക്കെ പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഒരു നിയമമാണ്. അത് എല്ലാവരും അനുസരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പ്രിസ്ക്രൈബ്ഡ് ഗൈഡ് ലൈൻ എന്ന് പറയും. എംപ്ലോയി ഷുഡ് റിപ്പോർട്ട് ഫോർ വർക്ക് ഡെയിലി അറ്റ് 10 AM. 10 മണിക്ക് എല്ലാവരും ജോലിക്ക് ഹാജരാവണം എന്നുള്ളത് ആ സ്ഥാപനത്തിൻ്റെ ഒരു നിയമമാണ്. അപ്പോൾ ഇത് റൂൾസിനകത്ത് വരും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഈ ഓരോ ടൈപ്പ് ഓഫ് പ്ലാനും എന്താണ്, അവയുടെ ഉദാഹരണങ്ങൾ ഏതൊക്കെ എന്നുള്ള രീതിയിലാണ്. ഇതെപ്പോഴും ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നത് ഈ സെൻറ്റൻസുകൾ, ഈ ഉദാഹരണത്തിൻ്റെ സെൻറ്റൻസുകൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് പ്ലാനിൽ വരും എന്നാണ് സാധാരണയായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് സിംഗിൾ ആണോ സ്റ്റാൻഡിംഗ് ആണോ എന്നുള്ളതല്ല നിങ്ങൾ എഴുതേണ്ടത്. റൂളാണോ, പ്രൊസീജിയർ ആണോ, സ്ട്രാറ്റജി ആണോ, ഒബ്ജക്റ്റീവിലാണോ വരുന്നതെന്നുള്ളതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ടത്. അടുത്തത് പ്രോഗ്രാം ആണ്. പ്രോഗ്രാം ഇൻക്ലൂഡ്സ് ഓൾ ദ ആക്ടിവിറ്റീസ് നെസസറി ഫോർ അച്ചീവിങ് എ ഗിവൺ ഒബ്ജക്റ്റീവ്. Programs are the combination of policy, rules and budget. It is action based and result oriented. അതെന്ന് എന്താണ്, ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രവൃത്തികൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ അവയെ എല്ലാത്തിനെയും കൂടി പറയുന്നതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം ഓക്കെ, കാര്യപരിപാടികൾ എന്നുള്ള മീനിങ് തന്നെയാണ്. പ്രോഗ്രാംസ് ആർ ദ കോമ്പിനേഷൻ ഓഫ് പോളിസീസ്, റൂൾസ് ആൻഡ് ബഡ്ജറ്റ്. ആ സെൻറ്റൻസുകൾ വളരെ നോട്ടബിൾ ആയിട്ടുള്ള സെൻറ്റൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ നോട്ട് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്, പ്രോഗ്രാംസ് ആർ ദ കോമ്പിനേഷൻ ഓഫ് ഡാഷ്. ക്ലിയർ? അപ്പോൾ ഈ നോട്ടിനകത്ത് വരുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളത് കാണാതെ പഠിച്ചിരിക്കണം, മനസ്സിലാക്കി പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ഉദാഹരണങ്ങൾ എന്താണ്? മാനുഫാക്ചറിങ് 1000 മൊബൈൽ ഫോൺ ഇൻ ജൂലൈ 2015. ജൂലൈ മാസത്തിൽ 1000 മൊബൈൽ ഫോൺ ഉണ്ടാക്കണം. ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് 10 ബ്രാഞ്ചസ് ഇൻ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇത് അവരുടെ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ്. എന്താ കാര്യം? ഇപ്പം സെയിൽസ് വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ലാഭം വർദ്ധിപ്പിക്കണം എന്നുള്ള ആ ഒബ്ജക്റ്റീവ് നേടണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണം. ഒന്നില്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കണം, അതല്ലെങ്കിൽ എന്താണ് മൊബൈൽ ഫോൺ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം, അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇവയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ബഡ്ജറ്റാണ്. എ ബഡ്ജറ്റ് ഈസ് എ പ്ലാൻ ഫോർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ? ഇറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ് സച്ച് ആസ് റുപ്പീസ്, പ്രോഡക്റ്റ് യൂണിറ്റ്സ് ആൻഡ് മാൻ പവർ. അതായത് രൂപയുടെ അടിസ്ഥാനത്തിലോ പ്രോഡക്റ്റുകളുടെ എണ്ണം വെച്ചിട്ടോ അല്ലെങ്കിൽ മാൻ പവർ, ആൾക്കാർ എത്ര ജോലിക്കാർ വേണം എന്നതൊക്കെ വെച്ചിട്ട് ഒരു എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ബോത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. പ്ലാനിങ്ങിനും കൺട്രോളിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു ഉപകരണമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷറാണ് നമുക്ക് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാഷ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ്, മാസ്റ്റർ ബഡ്ജറ്റ്, ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ബഡ്ജറ്റുകളാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ടൈപ്സ് ഓഫ് പ്ലാനിനകത്ത് വരുന്നത്. എല്ലാ ക്ലാസ്സുകളും അതിൻ്റെ ഹെഡിങ്ങുകളും എടുത്ത് നോക്കി മനസ്സിലാക്കി നിങ്ങൾ ചെയ്യണം, എഴുതണം, അർത്ഥം മനസ്സിലാക്കണം. ഇനി നമ്മുടെ ചാപ്റ്റർ 4 കഴിഞ്ഞു. ഇതിൻ്റെ തന്നെ മലയാളം ക്ലാസ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾ എടുത്ത് കാണണം. മലയാളത്തിൽ എഴുതുന്നവർ ഇംഗ്ലീഷും എടുത്ത് കാണണം, ഇംഗ്ലീഷിൽ എഴുതുന്നവർ മലയാളത്തിലും എടുത്ത് കാണണം. കാരണം ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് മലയാളത്തിൽ കൂടുതൽ അർത്ഥം മനസ്സിലാക്കാൻ പിടികിട്ടും. മലയാളത്തിൽ എഴുതുന്നവർക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഇംഗ്ലീഷിലാണ്, അത് പെട്ടെന്ന് ഫെമിലിയർ ആക്കാൻ സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ നന്നായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ എന്നാണോ ഇനി ക്ലാസ്സിൽ വരുന്നത് അപ്പോൾ ആ സമയത്ത് നോട്ടൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പോർഷൻസ് പരീക്ഷയ്ക്ക് മുമ്പ് കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.